എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോയ വെച്ച് നമുക്ക് ഒരു കിടിലം കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. സോയ കഴിക്കാൻ എല്ലാവർക്കും ഒന്നും സോയയുടെ കറികളൊന്നും ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ കഴിക്കാത്തവർക്കൊക്കെ ഈ സോയ നല്ല പ്രോട്ടീനാണ്, പിന്നെ വെയിറ്റ് കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു സംഭവമാണിത്. നമ്മൾ കൂടുതലും പച്ചക്കറിയൊക്കെ ഇല്ലേ ചേർക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പോഷകമുള്ള ഒരു കട്ട്ലറ്റായിരിക്കും ഇത്. നമ്മളധികം വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് സോയയൊക്കെ കഴിക്കാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അവർ കഴിച്ചോളും. കണ്ടേ, കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സോയ നമ്മൾ ഒന്നീ ചൂടുവെള്ളത്തിൽ വേവിച്ച് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തെടുക്കുക. ഇത് കുതിർത്ത് എടുത്ത് വെള്ളം പിഴിഞ്ഞ് വെച്ച് വേവിച്ചതാണ്, കണ്ടില്ലേ. ഇത് സോയ. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ചെറിയ സ്പൂൺ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാരറ്റ്, 1 പച്ചമുളക്, പെരിഞ്ജീരകം, ഉപ്പ്, കടലമാവ്, മല്ലിയില, കറിവേപ്പില, സവാള. ഇത്രയും സാധനമാണ് ഇത് വേണ്ടത്. ഇത് ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാനുള്ള സാധനങ്ങളാണ്. അതിനുശേഷം ഇത് നമ്മൾ അരച്ചുകൊണ്ട് വന്നതിന് ശേഷം ഈ ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കുറച്ച് അരിഞ്ഞ കറിവേപ്പിലയും അതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ പൊടിക്കകത്ത് മുക്കി അങ്ങ് ഇട്ടാൽ മുക്കി നമ്മൾ ശകല എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ്. ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും അരയ്ക്കാനുള്ളത് കാണിച്ചു തരാം. മിക്സി ജാറിനകത്ത് സോയ, പുതിനയില ഉണ്ടായി പുതിനയില ഇടാം. ഇവിടെ പുതിനയില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. മല്ലിയില നല്ലോണം കുറേ ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി എടുത്തതാണ് മല്ലിയില. 1 പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം കുറച്ചിടുക, പിന്നെ കുറച്ച് അരച്ചുകൊണ്ട് വന്നിട്ട് ശകലം ഇടുക, ഉപ്പ്, കടലമാവ്. ഇത്രയും സാധനം നല്ലോണം അരച്ചുകൊണ്ട് വരാം. നമ്മൾ സോയ എല്ലാം നല്ല ഭംഗിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് കണക്കിരിക്കണം. ഈ പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിനകത്ത് പെരിഞ്ജീരകം വീണ്ടും ഇടണം. പെരിഞ്ജീരകം, ക്യാരറ്റ് അരിഞ്ഞത്, ആദ്യമേ നമ്മൾ ക്യാരറ്റൊക്കെ അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്, വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇടണം. മല്ലിയില, കറിവേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പുണ്ടോ എന്ന് നോക്കണം പരുവത്തിന്. ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടാം. ഇതിന് എണ്ണ അധികം വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഇത് നല്ലതാണ്. വെജിറ്റബിൾ ആയതുകൊണ്ട്, എല്ലാം വെജിറ്റബിൾ അല്ലേ. കണ്ടേ, ഇതേ കണക്ക് റൗണ്ടായിട്ട് എടുത്തിട്ട് ഇതേ കണക്ക് നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. നമ്മളെങ്ങനെ കട്ട്ലറ്റൊക്കെ ഇരിക്കുന്നത് അതേപോലെ ആക്കിയെടുക്കണം. എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും. ചിലർ ഇഷ്ടമില്ലാത്തവരെല്ലാം ഈ സോയയുടെ ഈ കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇതെല്ലാം നമുക്ക് ഇതേ കണക്ക് റൗണ്ടാക്കി എടുക്കാം. നമ്മൾ സോയ എല്ലാം നല്ലോണം വെജിറ്റബിളൊക്കെ ചേർത്ത് നല്ല റൗണ്ടിന് ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് കണക്കിരിക്കണം, ഇച്ചിരി മയത്തിലിരിക്കണം, എന്നാലേ ബ്രെഡിനകത്ത് മുക്കിയെടുക്കാം. നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പതുക്കെ നമ്മൾ കുറച്ച് ഓയിൽ ഈ പാനകത്ത് വെച്ച്, കണ്ടേ, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മാത്രം മതി, അധികം എണ്ണ വേണ്ട. കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഇത് നമുക്ക് ഇതേ കണക്ക് ബ്രെഡ് പൊടിക്കകത്ത്
ഇത് ഓരോന്നും എടുത്ത് ഇതാണ്ടേ ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ടാൽ മാത്രം മതി. കണ്ടല്ലേ, ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ബ്രെഡ് പൊടിക്കകത്ത് പതുക്കെ, മുട്ടയൊന്നും ചേർക്കണ്ട. മുട്ട ചേർത്ത ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല മുട്ടയുടെ, അതുകൊണ്ട് ഇതുണ്ട് ഇതിങ്ങനെ അമുക്കി കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ചിക്കനൊക്കെ ഉള്ളവർക്ക് ചിക്കനോ ബീഫോ ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ചിക്കനും ബീഫും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾ മാത്രമാണ്. വെജിറ്റബിൾ മാത്രം ഇഷ്ടമുള്ളവർക്ക് വെജിറ്റബിൾ കട്ട്ലറ്റ് സോയ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഇതേ കണക്കൊന്നും. നമ്മുടെ സോയയുടെ കട്ട്ലറ്റ് ഇവിടെ അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. ഇത് തക്കാളി സോസോ ചില്ലി സോസോ ഒക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡായിട്ട് വെച്ച് കഴിക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സോയ വെറുതെ പാഴാക്കി കളയരുത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവരും ഇഷ്ടപ്പെടും. സോയ ആണെന്ന് പോലും പറയത്തില്ല. വെറുതെ വെച്ചിരുന്ന് പാഴാക്കി കളയാതെ ഇതേപോലെ കടലറ്റ് ആക്കിയെടുക്കണം. മുട്ടയൊന്നും വേണ്ട. നല്ല രുചിയുള്ള ഒരു പലഹാരം മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. നമുക്കിത് കണക്ക് എല്ലാം പൊരിച്ചെടുക്കാം. നമ്മുടെ സോയ ചൂടുവെള്ളത്തിൽ കുതിർക്കുകയോ പച്ചവെള്ളത്തിൽ വെറുതെ ഇട്ട് കുതിർത്തെടുക്കുകയോ ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളെ വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇടാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇടാം, ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ഇടാം. എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള മീൻ വേണമെങ്കിലും ഇതിനകത്തിട്ട് നമുക്ക് ഇത് കണക്ക് വറുത്തെടുക്കാം. നമ്മളെ സോയ കടലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇവിടെ തീർക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ സോയ അരയ്ക്കുമ്പോൾ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ കേട്ടോ. അത് വെള്ളം ഇത്തിരി കൂടുതലാണെങ്കിൽ വിഷമിക്കേണ്ട. 1 സ്പൂൺ റവ ഇട്ട് പുരട്ടിയെടുത്താലും മതി. ഓക്കെ, താങ്ക് യു.